ആദ്യമായി എന്തെങ്കിലും ചെയ്യുമ്പോഴോ പുതുതായി ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴോ ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുള്ളതല്ലേ, ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതല്ലേ എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളവിടെ പോയിട്ടും ഉണ്ടാവില്ല, നിങ്ങളത് ചെയ്തിട്ടും ഉണ്ടാവില്ല. ദെൻ ഹൗ ഡു യു ഫീൽ ലൈക്ക് ദാറ്റ്? ഇറ്റ് ഈസ് ഡേജാവു. നാം ഒരിക്കൽ പോലും അനുഭവിക്കാത്തൊരു സംഭവം സംഭവിക്കുമ്പോൾ അത് മുമ്പ് അനുഭവിച്ചതുപോലെ തോന്നുന്ന ആ വിചിത്രമായ അനുഭവം തന്നെയാണ് ഡേജാവു. ഡേജാവു എന്ന വാക്ക് ഫ്രഞ്ച് ഭാഷയിൽ നിന്നും വന്നതാണ്. ഫ്രഞ്ചിൽ ഇതിൻ്റെ അർത്ഥം ഓൾറെഡി സീൻ അല്ലെങ്കിൽ ഇതിനകം കണ്ടത് എന്നാണ്. 60 മുതൽ 70% ആളുകൾ ജീവിതത്തിൽ ഡേജാവു അനുഭവിച്ചതായി പറയുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ശരിയായ കാരണം എന്താണെന്നുള്ളത് ഒരേ ഒരു ഉത്തരത്തിൽ ഒതുക്കാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഒന്നിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഇതിനെ റിലേറ്റ് ചെയ്ത് സയൻറ്റിസ്റ്റുകൾ പറയുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും പ്രാക്ടിക്കലി പോസിബിളുമായിട്ടുള്ള 3 തിയറീസ് നമുക്ക് നോക്കിയാലോ. ആദ്യത്തേത് മെമ്മറി ഗ്ലിച്ച് തിയറി അഥവാ ഓർമ്മകളുടെ തെറ്റിച്ചേരൽ. നമ്മുടെ ബ്രെയിനിൽ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ പ്രത്യേകം സ്റ്റോർ ചെയ്യാൻ പ്രത്യേക ഭാഗങ്ങളുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നതിൽ തെറ്റ് സംഭവിക്കാം. എന്ന് വെച്ചാൽ ഒരു പുതിയ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനെ കറണ്ട് എക്സ്പീരിയൻസിൽ സ്റ്റോർ ചെയ്യേണ്ടതിന് പകരം ബ്രെയിൻ ആക്സിഡൻ്റലി മെമ്മറീസിൽ സ്റ്റോർ ചെയ്യുന്നു. സോ ആ സംഭവം ഇപ്പോൾ നടക്കുന്ന ഒന്നായി തോന്നാതെ ഒരു പഴയ ഓർമ്മയായി തോന്നുന്നു. രണ്ടാമത്തേത് സ്പ്ലിറ്റ് പെർസെപ്ഷൻ തിയറി അഥവാ ഇരട്ട അനുഭവം. പുതുതായി ഉണ്ടാകുന്ന ഒരു സംഭവം അതിനെ നമ്മുടെ ബ്രെയിൻ അബദ്ധവശാൽ 2 തവണ പ്രോസസ്സ് ചെയ്യുന്നു, അതും വളരെ പെട്ടെന്ന്. ചിലപ്പോൾ ആദ്യത്തെ തവണ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവുകയോ നമ്മുടെ ചിന്ത നഷ്ടപ്പെടുകയോ ചെയ്തിരിക്കാം. വാട്ട് എവർ, 2ാം തവണ ഇത് നടക്കുമ്പോൾ നമുക്കതെവിടെ പരിചിതമാണെന്ന് തോന്നും. കാരണം ബ്രെയിൻ അത് തൊട്ട് മുമ്പ് തന്നെ കണ്ടതാണ്. ദാറ്റ് കോസസ് ദി ഫെമിലിയാരിറ്റി. മൂന്നാമത്തേത് ബ്രെയിൻ ഓവർലാപ്പ് തിയറി അഥവാ തലച്ചോറിൻ്റെ മിശ്രിതമായ പ്രവർത്തനം. ഒരു സംഭവം നടക്കുമ്പോൾ ഇപ്പോഴത്തെ അനുഭവം കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് നോർമലി വർക്ക് ചെയ്യുന്നത്. എന്നാൽ ചില കേസിൽ ഇതിനോടൊപ്പം ഓർമ്മ കൈകാര്യം ചെയ്യുന്ന ഭാഗം കൂടി ഒരേ സമയം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സംഭവം അപ്പോൾ നടക്കുന്നതാണോ ഓർമ്മയാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നമ്മളെത്തും. പാർഷ്യലി ആ ഓർമ്മ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ആസ് എ പ്രോസസ്സർ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില എറേഴ്സിൻ്റെ റിസൾട്ടാണ് ഡേജാവു. ഇനി എവിടെയാണ് ഡേജാവു സാധാരണയായി ഉണ്ടാകുന്നത്? യാത്രകൾക്കിടയിൽ, എസ്പെഷ്യലി പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഇതുണ്ടാവാം. ബിസിയായ നമ്മുടെ ലൈഫിൽ വിശ്രമക്കുറവ് കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഒക്കെ ഉണ്ടാകാം. അതുമല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചിന്തകളിലോ സ്വപ്നങ്ങളിലോ മുഴുകിയിരിക്കുമ്പോൾ ഇത് ഫീൽ ചെയ്യാം. 15-നും 25-നും ഇടയിലുള്ള യുവാക്കളിലാണ് ഏറ്റവും കൂടുതൽ ഡേജാവു കാണപ്പെടുന്നത്. പ്രായം കൂടുന്തോറും ഇതുണ്ടാവുന്നത് കുറയുന്നു. ഡേജാവു കാഴ്ച കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, സ്മെല്ല് കൊണ്ടും സൗണ്ട് കൊണ്ടും ഈവൻ ഇമോഷൻസ് കൊണ്ടും ഡേജാവു ഉണ്ടാവാം. റെയറായിട്ടാണെങ്കിലും കണ്ടിന്യൂസ്ലി ഡേജാവു അനുഭവപ്പെടുന്നത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി പോലുള്ള അവസ്ഥകളുടെ സൂചനയാവാം. മോസ്റ്റ്ലി ഇത് ഡേഞ്ചറസ് ഒന്നും ആവാറില്ല. അടുത്ത തവണ നിങ്ങൾക്ക് ഡേജാവു അനുഭവപ്പെടുമ്പോൾ ഓർക്കുക, യുവർ ബ്രെയിൻ ഈസ് ട്രിക്കിംഗ് യു ഓർ യുവർ ഓൺ പ്രൊസസ്സർ ഈസ് ഗോയിങ് ത്രൂ സം ട്രിക്കി എറേഴ്സ്.